മനോഹരമായ BC റൈഡർ എന്ന ലോഗോ നിങ്ങൾക്ക് മുന്നിൽ എഴുതി കാണിക്കുന്നു. അടുത്തതായി കഥയിലെ കഥാനായകൻ BC റൈഡർ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം പറയുന്നു. ഹായ് ഹലോ എല്ലാവർക്കും വണക്കം. വീണ്ടും മനോഹരമായ ടൈറ്റിലിൽ നിങ്ങൾക്ക് മുന്നിൽ രാമനാഥപുരം എന്ന് എഴുതി കാണിക്കുന്നു. ക്യാമറ പുൽച്ചെടികളുടെ ഇടയിലൂടെ വീഡിയോ പകർത്തുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ കാണിക്കുന്നത് ഒരു പാലത്തിന് മുകളിൽ നിന്ന് താഴോട്ടുള്ളൊരു കാഴ്ച. അപ്പുറത്തൊരു ചെറിയൊരു പാലവും തോട്ടിൽ വെള്ളവും കാണാം. ഒരു സാധാരണ റോഡിലൂടെ പുല്ല് നിറച്ചു കൊണ്ടുവരുന്ന ട്രാക്ടറും മറ്റുള്ള വാഹനങ്ങളെയും കാണാം. മരിയൂർ വാലിനോക്കം എന്ന സ്ഥലത്തേക്ക് പോകുന്ന സൂചനാ ഫലകം. കുതിരവണ്ടിയിൽ ഒരാൾ സഞ്ചരിക്കുന്നു. തൊട്ടപ്പുറത്തൊരു ബൈക്ക് സഞ്ചാരിയെയും കാണാം. സീനിൽ ആകാശവും പഞ്ഞിക്കെട്ട് പോലെ തോന്നിക്കുന്ന മേഘങ്ങളെയും കാണാം. നല്ല ചൂട്. ഇതിൻ്റെ ഇരുവശത്തും അതുപോലത്തെ തൈക്കളം. നല്ല ചൂടും രണ്ട് വശത്ത് തൈക്കള്, ചെറിയ തൈക്കള്. BC റൈഡർ താൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ വീഡിയോ പകർത്തുകയാണ്. ദൂരെ വരേക്കും വെയിലത്ത് ചെറിയ ചെറിയ പുല്ലൊക്കെ കരിഞ്ഞുപോയി. ഓക്കെ, അങ്ങനെ കുറേ ദൂരം വരെ വന്ന് പഴയ ഒരു ബസ് സ്റ്റോപ്പ്. അങ്ങനെ അവിടെ വന്നിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോവാം. നല്ല ചൂടുണ്ട്, നല്ല ചൂട് കഴിഞ്ഞില്ല. അങ്ങനെ BC റൈഡർ ഒരു പഴയ ബസ് സ്റ്റോപ്പിലിരുന്ന് ക്ഷീണം മാറ്റുകയും നല്ല പഴയ ബസ് സ്റ്റോപ്പ് നോക്കിയ അവിടുത്തെ വീഡിയോ പകർത്തുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറും കാടെന്ന് പറഞ്ഞ കാട്, ചുറ്റിലും കാടന്നെ. വശത്തും കാട്. ഇനിയിപ്പോൾ ഒരു 10-12 കിലോമീറ്ററോളം വന്ന് ഇനിയും പോകണം. കുറേ കാടന്നെ ഉള്ളൂ. കാട് കുറേ വന്ന് മനുഷ്യരുമില്ല, അറിയില്ല. മറുഭൂമി പോലെ മണൽ മാത്രമേ ഉള്ളൂ. മൊത്തം കണ്ടാൽ മനസ്സിലാവുന്നൊക്കെ ഒരിടത്തല്ല, എല്ലായിടത്തും തന്നെ മണൽ. ഇവിടെ മൊത്തം മണൽ. റോഡ് നോക്കിയ ചെറിയ ചെറിയ കുടിയിലുണ്ട്. അതിനപ്പുറത്ത് കടൽ. ഇവിടുത്തെ മരങ്ങൾ നോക്കിയേ, എന്ത് ഭംഗിയല്ല കാണാൻ. ഉച്ച സമയം. BC റൈഡർ ഇപ്പോൾ കാട്ടുപാതയിലൂടെ സഞ്ചരിക്കുന്നത് കാണാം. റോട്ടിൽ ഒരു ഓട്ടോ പോകുന്നതും കാണാം. അങ്ങനെ അവസാനം 2.5-3 മണിക്കൂർ ഒരു കാട്ടിനകത്ത് നിന്ന്
പുറത്ത് വരാൻ ഒരു 20-25 കിലോമീറ്റർ ഉണ്ടാവും ആ കാട്. അവസാനം ഒരു ചെറിയൊരു ഗ്രാമം പോലെ ഉണ്ട് മുമ്പിൽ. പോയി നോക്കണം. കാണുന്നുണ്ടോ? അങ്ങനെ അവസാനം 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് 2.5-3 മണിക്കൂർ കഴിഞ്ഞിട്ട് കാട്ടിൽ നിന്ന് പുറത്തെത്തി. ഒരു സുന്ദരമായ തടാകം. 3 മണിക്കൂറോളം സഞ്ചരിച്ച് കാട്ടുപാതയിൽ നിന്ന് പുറത്തെത്തി ഒരു ഗ്രാമത്തിലെത്തിയ സന്തോഷമാണ് ഇപ്പോൾ BC റൈഡറിൻ്റെ മുഖത്ത്. രാജസ്ഥാനിലെ മരുഭൂമിയല്ല ഇത്, തമിഴ്നാട്. ഓ, ഈ സീനിൽ നിങ്ങൾക്കൊരു തോടും അതിലെ ഒരു പാലവും കാണാം. ചെറിയൊരു ഗ്രാമത്തിനകത്ത് സഞ്ചരിക്കുന്ന കാഴ്ച. ക്യാമറ മുന്നോട്ട് പോകുന്നു. ഇരുവശത്ത് വീടും ഗ്രാമവാസികളെയും വളർത്തുമൃഗങ്ങളെയും കാണാം. വീണ്ടും ക്യാമറ മുന്നോട്ട് പോകുന്നു. நான் எப்படி பார்த்துட்டு தான் வரேன். ஊரெல்லாம் பார்த்துட்டு. ഇപ്പോൾ BC റൈഡർ കടക്കാരനോട് എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നന്നാരി സർബത്ത്. അങ്ങനെ ആ ഗ്രാമത്തിൻ്റെ കടൽ തീരത്തെത്തി. അവിടുത്തെ സൂര്യാസ്തമാനവും അവിടുത്തെ ഭംഗിയെയും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന BC റൈഡർ. ഞാനിപ്പോൾ നോക്കുന്ന ഒരു ഗ്രാമത്തിലാണ്. കടലിനടുത്ത് പോകുന്ന ഒരു വഴി ഫുള്ള് മണലും ഇതുപോലത്തെ തൈക്കളും നല്ല ക്ലൈമറ്റും. നല്ലൊരു ദ്വീപ് പോലത്തെ കടൽ തീരത്തെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തലയിൽ കുടവുമായി വരുന്ന ഒരു പെണ്ണുങ്ങളെയും കാണാം. ദൂരെ ഒരു പഴയ വീട് കാണാം. സുന്ദരമായ ആകാശവും. എന്ത് ഭംഗി ആകാശത്ത് കാണാൻ അല്ലേ? ആ കളർ നോക്കിയേ, മാഷാ അല്ലാ. സമയം രാത്രി 7:30. കടലിനടുത്ത സൈക്കിൾ കുറച്ച് ദൂരെ വെച്ച് വന്നതാ. ചുറ്റും മരങ്ങളാ, കുറേ മരങ്ങളും മണലും കടലും. ഇതിപ്പോ ഏത് ഭാഗത്ത് പോകണമെന്ന് അറിയില്ല. സമയം രാത്രിയായതിനാൽ കടൽക്കരയിൽ നിന്നും BC റൈഡർ തിരിച്ചു നടക്കുന്നത് കാണാം. പിറ്റേന്ന് രാവിലെ സമയം. ഒരു പള്ളിയുടെ ഗേറ്റിന് തൊട്ടടുത്ത് BC റൈഡറിന് സൈക്കിൾ ഇട്ടതായി കാണാം. ക്യാമറ പള്ളിയുടെ മിനാരത്തോട്ട് സൂം ചെയ്യുന്നത് കാണാം. നിങ്ങൾ ഈ കാണുന്നത് കശ്മീരല്ല. ഇത് വാൾ നോക്കുന്ന ഗ്രാമത്തിലെ ഉപ്പ് തയാരിക്കുന്ന സ്ഥലം. കാണാൻ അങ്ങനെയുണ്ട്. കശ്മീരിലെ മഞ്ഞ് പോലെ ഉണ്ട് നോക്കിയേ. പക്ഷെ അത് കശ്മീരിലെ മഞ്ഞല്ല, ഉപ്പ്. ഈ ഭാഗത്ത് നല്ലൊരു പുഴ. അങ്ങനെ ഉപ്പ് തയ്യാറിക്കുന്നതിനെ പറ്റി പറയുകയും അവിടുന്ന് BC റൈഡർ മുന്നോട്ട് പോകുന്നதையும் കാണാം.
ഇവിടെ നോക്കിയാലും ഉപ്പന്നെ. ഓക്കെ, ഹായ്. ഓക്കെ, ഇങ്ങനെ കാണാം, ആസ്വദിക്കാം, ജീവിക്കാം. ഓക്കെ, ഉൾപ്രദേശം, ഒരു ചെറിയൊരു ഗ്രാമം, അതിമനോഹരം. ഇങ്ങനെ പോവാം, കാണാം, ആസ്വദിക്കാം, സന്തോഷമായി ജീവിക്കാം. നോ ടെൻഷൻ. ഒരു ശാന്തമായ കടൽ തീരം. നോക്കിയേ, ഏർവാടിയിലുള്ളൊരു ബീച്ച്, ചുറ്റും മരങ്ങളും അതിനപ്പുറത്ത് കടൽ. നല്ല മനോഹരമാണ്, കാണാൻ നല്ല ഭംഗി. എന്ത് ഭംഗിയല്ല കാണാൻ, മരങ്ങളും കടലും. ക്യാമറ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ക്യാമറ പള്ളിയുടെ മുകളിലുള്ള കുരിശിലേക്ക് സൂം ചെയ്യുന്നു. അതിനുശേഷം ഈ വീഡിയോ ഇവിടെയും വെച്ച് അവസാനിക്കുന്നു.